നമുക്ക് പറയേണ്ട രീതിയിൽ പറയുമ്പോഴൊക്കെ ചാർജ് കാണണം, എന്നാലേ നമുക്ക് അതിൻ്റെ പറയും. എന്തെങ്കിലും തരുമ്പോൾ പറയുന്നെങ്ങനെ എടുക്കുവാൻ എടുക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ. എവിടെ പോയാലും ഒരു ദൈവം നമുക്ക് കനിഞ്ഞില്ലെങ്കിൽ വേറൊരു ദൈവം നമുക്ക് കനിയും കേട്ടാ. ഒരു ശിക്ഷാർഹമായ ഒരു സ്റ്റേഷനിൽ ഒരു കോർട്ടിൽ കയറിയ ഒരാൾ വായിന്ന് പോകും, ഒരു തെറ്റുകാരനല്ലാണ് അല്ലേ. അപ്പം നിന്നെ ഒറ്റിക്കൊടുക്കില്ല, ഒറ്റിക്കൊടുക്കുന്ന സത്തുക്കളിൽ ഇപ്പം നമുക്ക് പക്ഷെ എന്തായാലും ജീവിച്ച് സ്നേഹിച്ചുണ്ടല്ലോ ജീവൻ കൊടുക്കുന്ന കുഞ്ഞാണ് ഹരിത. പണമില്ലെങ്കിൽ പവർ കുറക്കൂല നമ്മന്ന് അല്ലേ. നിന്റെ മനസ്സറിഞ്ഞത് 500 രൂപ തരുവാ. അമ്മയെ മനസ്സിലാക്കി 100 രൂപ കയറും. 100 കിട്ടുന്നു, ഇവിടെ 500 കുറച്ച് കൂടുതലല്ല. ഇന്ന് രാവിലെ അമ്മ വെച്ചിട്ടില്ല 100 രൂപ കൊടുത്തു. ടോട്ടൽ ട്രിപ്പ് ആയത് അതിലേക്ക് 500 രൂപ കുറച്ച് കൂടുതലല്ലേ നിങ്ങൾ കേൾക്കുന്നത്? ഒരു 100 രൂപ ഓക്കെ അല്ലേ? ഇടത്തീരട്ടെ, ഇവിടെ കൊണ്ടക്ക് ഒരു 500 രൂപ തന്നെ താമക്ക്. 500 രൂപ കൂടുതലല്ല അമ്മേ. ഈ പൈസ കഴിച്ച് അഞ്ചെടുക്കാൻ ചില്ലറ വിൽക്കുന്നത് ഞാൻ തരൂലേ? ഞാൻ തരൂലേ ചില്ലറ? 400 രൂപ നിങ്ങൾ കൊടുക്ക്. അത്ര പറഞ്ഞാൽ എനിക്കറിയാം എൻ്റെ ഭാവി. പക്ഷെ വെറുതെ ഞാൻ 2 കൊല്ലം ഇത് പഠിച്ചതാണ്. ബാംഗ്ലൂർ കന്നഡത്തിലാണ് പഠിച്ചത്. കണ്ടത് പറഞ്ഞു, ഞാൻ കണ്ടത് പറയാം. കണ്ടത് പറയും. നമ്മൾ കന്നഡം പഠിച്ചോണ്ട് മലയാളത്തിലുള്ള ഈ വിധി നമുക്ക് അറിഞ്ഞൂടാ. അത് അതിലേ പോയില്ല. ശരിക്കും മലയാളക്കാർ ഇന്ന് കുറെ ആൾ നോക്കിയിട്ടുണ്ട്. പറഞ്ഞ 100 500 പറഞ്ഞിട്ട് നമ്മൾ 500 തന്നെ തരും. 500 പറഞ്ഞിട്ട് 500 തന്നെ തരും. പേടിപ്പിച്ചിട്ട് എനിക്ക് പൈസ കട കൊടുക്കലേ ഇല്ല. കട കൊടുക്ക ഇങ്ങ് വേണ്ടേ നമ്മളെടുത്ത് വേണ്ടേ ഉണ്ടായിട്ട് വേണ്ടേ കട കൊടുക്കുക. നമ്മളെ കൂട്ടത്തിൽ ആർക്കും ബുദ്ധിമുട്ടില്ല. ഇതുവരെ നമ്മൾ ആരും മോശക്കാരല്ല. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മറ്റവർക്ക് ശരീരിച്ചിട്ട് കാര്യം സോൾവാണ് കേട്ടാ. വട്ടത്തിൽ ദേഷ്യം വരുമ്പോണ്ടല്ലോ ആ ദേഷ്യം എല്ലാവർക്കും കാണും. ചൂടാക്കി കത്തിക്കൂല. വാശിക്കാർ വേറെയുണ്ട്, വേറെ ഐറ്റംസ് ഉണ്ട്, വേറെ വാശിക്കാർ. ആ വാശിക്കാരെടുത്ത് പോണ്ട കേട്ടാ. നമ്മളെ നേരെ വന്നവർ കേട്ടാ, അത് നേരെ വരുന്ന ചേര പോലെ വരുന്നു, അത് വഴി പോലെ അങ്ങോട്ട് പോകും. ഭക്ഷണത്തിന് യാതൊരു ദാരിദ്ര്യമില്ല. ഇരിക്കുന്ന വീട്ടിൽ ചെലവ് ജാസ്തി, വരുമാനം കുറയും കേട്ടാ. എവിടെ പോയാലും കണ്ട് നമ്മുടെ അച്ഛൻ ദൈവത്തിനെ പോട്ടൊരു മനുഷ്യനാണ്. നമ്മുടെ അമ്മ അടക്കളക്കൊരു കുടുംബിനിയാണ് പെറ്റമ്മ. നമ്മുടെ സഹോദരന്മാർ കേട്ടോ ഒരു വീട്ടിൽ നിന്ന വീട്ടുകാർ 1, 2, 3 വീടായി മാറണം. അല്ലെങ്കിൽ അച്ഛൻ്റെ കുടുംബമാകട്ടെ, തറവാടാകട്ടെ. നമ്മുടെ അമ്മ പ്രസവിച്ച മക്കൾ ഒരു ശീലക്കാരല്ല കേട്ടോ, പല ശീലം പല ബുദ്ധിക്കാരാണ്. ഈ കൈ കൊണ്ട് കേട്ട് എച്ചതൊക്കെ ബാഗിലേക്ക് കണ്ട് കേട്ടോ, കൈയുടെ കട്ട് ഒരു ദിവസം നമുക്ക് ലക്ഷക്കണക്കിൽ പണം ഉണ്ടെങ്കിലും അപ്പൊ ഭാഗ്യം കുഞ്ഞിനുണ്ട്. ചില തലം മൂപ്പ് തീർക്കാനുള്ള മെനക്കെടുങ്ങനെ ഒരു കുടുംബത്തിന് മൂപ്പ് തീർക്കാൻ, മറ്റവർക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഇന്നലെ ഓടിയെത്തുന്നറിയില്ല. അത് വിഷമോ അന്ന് വ്യക്തമായിട്ട് പറഞ്ഞാ വിഷമം പറഞ്ഞാട്ടെ. പൈസക്കാരനാ പറയുന്നത്. എന്നാൽ എവിടെ പോയാലും കേട്ടാ പൈസയുടെ പെരുക്കം പെരുക്കുമ്പോ കാമൺ
മണിക്കൂർ വരെ നമുക്ക് വിഷമില്ല. ഇത് മട്ടത്തിലാവും. നമ്മളെ കുടുംബത്തിൽ എല്ലാവരും നന്നായി ഇതുവരെ നമുക്കൊരു പരാജയം വന്നു. നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ചില വട്ടക്കളിയുണ്ട് എല്ലാ ചിലവർക്കെല്ലാം കേട്ടാ. നമ്മൾ ജയിക്കുകയും ചെയ്യും കേട്ടാ. നമ്മളെ ഐക്യം, നമ്മളെ സ്നേഹം, നമ്മളെ വിശ്വാസം ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച് മാത്രം എന്നാണ് കാര്യമായി കേട്ടോ. എവിടെ പോയാലും ഒരു വാക്ക് പറഞ്ഞ ഒരു വാക്ക് നമുക്ക് രണ്ട് വാക്കിനപ്പുറം കേട്ടാ. ആരോഗ്യം നമുക്ക് നിലനിൽക്കും. ആരോഗ്യമുള്ള ഭാര്യ, സ്നേഹമുള്ള ഭാര്യ, നല്ല മക്കൾ 3 ആള്, ബാക്കി 2 പോരാ മടി നമ്മൾ ശ്രമിക്കും. മൂന്ന് മക്കൾ വേണം. പ്രമോട്ടൻ നാളെ മുതൽ അതിന്റെ പരിപാടി ആയിരിക്കും. പിന്നെ കഴിഞ്ഞ അച്ഛൻ്റെ അപ്പുറം ഉണ്ടാവും. 500 കൊടുത്ത് 400 ആക്കി 400 ആക്കി. രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ പോക്കിന് വരവിന് നമ്മൾ എങ്ങനെ റദ്ദാക്കണം, എങ്ങനെ നമ്മളെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ നമ്മളെ ഒരു കുറ്റമുണ്ടാക്കണം എന്നുള്ള പറയേണ്ട ചില സംസാരം ഉണ്ട് അത്ര കേട്ടാ. ആ സംസാരത്തിൽ ചെവി കൊടുക്കണ്ട കേട്ടോ. നമ്മളെ വേണ്ടത്തിടക്ക് നമ്മളെ വേണ്ടി കേട്ടാ. നമുക്കെല്ലാം പ്രതീക്ഷിക്കുന്ന ദൈവമാരെന്നറിയോ, നമുക്ക് മുട്ടപ്പുരണ്ടല്ലോ. ഒപ്പിന്റെ രാശി പറഞ്ഞു ആർദിനും കല്യാണം കഴിച്ചാൽ പൈസ വെക്കണം. 500 അങ്ങനെ പ്രശ്നമുണ്ട്. 500 കുറഞ്ഞിട്ട് മേടിക്കറാ. 100 എല്ലാം റെക്കോർഡാകുന്നുണ്ട് മൊത്തം. കഴിച്ചൂടാ. കൊളസ്ട്രോളാ. ബിരിയാണി കഴിച്ചൂടാ. കല്യാണ വീട്ടിൽ പോയാൽ മാത്രമേ ബിരിയാണി കഴിക്കുള്ളൂ. അതൊരു സത്യമാണ്. പക്ഷെ എല്ലാം അറിയാമനി എല്ലാവരും മുന്നിൽ വെച്ചൊരു അഭിനയം ഒന്നും അറിയാത്ത. പക്ഷെ ചിലവർ എന്റെ പരിടിക്ക് വന്നത് ഇങ്ങനെ പോടും എന്ന് പറഞ്ഞതിന്റെ ഇടയ്ക്ക് ഒരു അഭിനയം. എഴുതാനും വായിക്കാൻ അറിയാലോ. കുറച്ച് അറിയൂലേ. വേണ്ടി വലിയ അങ്ങ് എത്തിയിട്ടില്ലേ? വലിയ മന്ത്രിയാവാനോ സാഹചര്യത്തിൽ നമ്മൾ വലിയ ഇതിൻ്റെതായി അതിനുള്ള യോഗ്യത ഒന്നും എനിക്ക് വേണ്ട. സാധാരണ ഒരു മീഡിയനായ ഒരു ജീവിതം എനിക്ക് മതി. എവിടെ പോയാലും കേട്ടോ എന്റെ മോൻ എന്താ വേണ്ടത്, ഉണ്ണാൻ ചോറിനും മുറുക്കുന്ന വസ്ത്രത്തിനും കിടക്കുന്ന ഒരു പരാജയം വരില്ല. മുറുക്കാനും കൂടി വേണം കേട്ടാ. എന്റെ കുട്ടിക്ക് എപ്പോഴും സംശയ ബുദ്ധിക്കാരനാണ്. സംശയം ഇരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഞങ്ങളോട് കുറെ പറഞ്ഞറിയ മനസ്സിലായി. കാരണം നീ കൈനോട്ടം പഠിച്ചോ, നീ നോക്കി പഠിച്ചോ. ഞാനിവിടെ ഇരിക്കുന്നു. പിന്നെ എവിടെ പോയാൻ കേട്ടോ ദൂതറിയുന്ന മോനാ. എവിടെയോ വെടി പൊട്ടും, അല്ലെങ്കിൽ എവിടെയോ എന്തെങ്കിലും നമ്മളെ കൂട്ടായ്മ ചങ്ങായിമാരി, നമ്മള് ചങ്ങായിമാരി എന്നോട് പറയാ ഡിലീറ്റ് ആക്കാൻ പറയാ എന്നോട്. നമ്മളെ സഹോദരന്മാരെ നമ്മളെ കൂട്ടായ്മ. അവർക്ക് താല്പര്യം ഒന്നുമല്ല, സംസാരിക്കാൻ വേണ്ടി മാത്രം പോകുന്നവരാണ്. തെറ്റിപ്പോയാലും മറ്റവരെ അപ്പൊ എന്തായാലും എത്ര വയസ്സായി എനിക്കിപ്പം? 30-40. 45 പോയില്ലെങ്കിൽ 45 മോൻ അങ്ങനെ ചോദിക്കുന്നു. ഈ 34 വയസ്സെത്തിയാണ് വലിയ ആളെ കളിയാൻ എനിക്ക്. വലിയ ആളെ തീരുമാനങ്ങളാണ്. വലിയ കണക്കൂട്ട് എനിക്ക് ശരിയാവും. വലിയ കണക്കൂട്ടും കാര്യം കുറേ പ്രാവശ്യം കണക്ക് കൂട്ടിക്കൊണ്ട് കണക്കൂട്ടി കൂട്ടി അവസാനം അവൻ്റെ അടുത്ത് ലാഭം ഉണ്ടാവും. അപ്പൊ എന്തായാലും മേക്ക് എന്റെ സ്വന്തമായ സ്ഥലവും വീടും കാര്യം വീരെല്ലാം ഉണ്ടാവും. നീ തീരെ പരാജയപ്പെടും. കുടുംബം താങ്ങും, കുടുംബം സർക്കിറ്റുകാരാണ്. എവിടെ പോകുമ്പോ വരുമ്പോ ഒരു സർക്കിറ്റുകാരനായിരിക്കും കേട്ടോ. പലരും പറഞ്ഞു ഗണപതി അല്ലടാ, ഇവരെ ഗണപതി നിങ്ങളില്ലേ ഭയങ്കര സംഭവം. ഒറ്റ നമ്പർ അടിക്കണേ.
ഗണപതി ഇവന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് എങ്ങനെ പേരും ഇതും എല്ലാം ഒപ്പരം കിട്ടിയേ ഭഗവാനെ നിങ്ങളെ എഴുതിയിരിക്കുന്നത് മനസ്സിലായി എന്തെങ്കിലും തരേണ്ട ആദ്യം ഗണപതിക്ക് കൊടുക്കണം തുടങ്ങിക്കോ. ഈ കൈ നിങ്ങളുടെ കയ്യാ നട്ടവനെ, നിങ്ങളുടെ കയ്യാ അറ്റം നീളമാണ്. ചിലവർക്കെല്ലാം ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ആളും കൊടുക്കാൻ, ഇവന്റെ ബുദ്ധി എനിക്ക് ബുദ്ധിയുണ്ട്. ചിലവർക്കെല്ലാം വിവരം പറഞ്ഞു കൊടുക്കാനും വിവരം മറ്റവരെ കാര്യത്തിൽ കേൾക്കാനുള്ള താല്പര്യമുണ്ടാവും. അത് ചുവട്ടിൽ വെക്കൂല, അങ്ങ് ആടെ പോയിട്ട് അതാണ് മറക്കും. അങ്ങനത്തെ ബുദ്ധിയാണ് കേട്ടാ. നെറ്റിത്തടം വിശാലമാണ് കേട്ടോ. കുഴിഞ്ഞ നെറ്റിക്ക് അധമ രക്ഷണം ദാരിദ്ര്യത്തിന്റെ ബന്ധുവാണ് ബന്ധു കേട്ടാ. ഇപ്പൊ നമ്മൾക്ക് എടുക്കാൻ ഷർട്ട് ഉണ്ട്, ഉണ്ണാൻ ചോറുണ്ട്, കിടക്കാൻ വീടുണ്ട്. പോക്കറ്റിൽ കുറച്ച് പൈസ ഉണ്ടാവും. രാവിലെ പറയും കേട്ടോ എന്റെ പോക്കറ്റിൽ പൈസ ഇല്ല അത് ശരിയാ. കേട്ടാ. അത് വീട്ടിൽ അമ്മയ്ക്കും പറയുന്നുണ്ട്. അതാണ് ദാരിദ്ര്യത്തിന്റെ ബന്ധു. ഈ കൈ എവിടെ പോയാലും കേട്ടോ, കുഞ്ഞിന്റെ കയ്യിൽ എന്താ വേണ്ടെന്ന് ഇങ്ങനെ വെക്ക കൈ ഇങ്ങനെ വെക്കല്ലേ. 3 രേഖ ഒത്തവനാ ആ കൈയാട്ട്. ഈ രേഖാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് എന്താ വേണ്ടത്, നമ്മളെ ഉദ്ദേശിച്ച കാര്യം ലേശം വൈകി കേട്ടാ, കുറച്ച് വൈകിട്ടേ ഉള്ളു. ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ ചാടി പാഞ്ഞ് വത്തണ്ട കേട്ടാ. ആവശ്യമുള്ള രസേ വർത്താനം പറയുന്നു, കുറേ വർത്താനം പറയണ്ട. പറഞ്ഞു തന്നെ പറഞ്ഞു കൊടുക്കും. അധികം ഭാഷ പറഞ്ഞാൽ ബാക്കിയുള്ള കടി കൊണ്ടു. നിന്റെ ഏറ്റവും തൂക്കം എന്താണെന്ന് അറിയാം, വർത്താനം പറയാതിരിക്കുന്ന നല്ലത് കേട്ടാ. അപ്പൊ പറയേണ്ട രീതിയിൽ പറയുമ്പോ നമുക്ക് വിലപ്പെട്ട ആൾക്കാരൊന്നും ഉണ്ട്. എനിക്ക് സപ്പോർട്ടായിട്ട് 2 വാക്കെങ്കിലും പറയും. പറയേണ്ട രീതിയിൽ പറയുമ്പോഴാണല്ലോ നിങ്ങൾ പറയണ്ടേ. ആരുള്ള ഭാര്യ വിധിക്കപ്പെട്ട ഭാര്യയാണ്, കൊതിക്കപ്പെട്ട ഭാര്യയല്ല. പ്രേമിച്ച വിവാഹം എടുക്കൽ കൊതിക്കലാണ്. വിധിക്കൽ നമ്മളെ കുടുംബം കാണിച്ചു തരുന്ന വർണ്ണമനെ. അപ്പൊ എന്തായാലും കേട്ടോ, ഭാര്യ സ്ത്രീധനോ സ്വത്തല്ല നമുക്ക് പ്രധാനം. നമ്മൾ അടക്കളക്കൊരു കുടുംബിനിയാവണം, പാചകത്തിന് മിടുക്കിയാവണം. നമ്മളെ ഫാമിലി 2 കുടുംബത്തിൽ സംസാരിച്ച് സ്നേഹിക്കണം. അതാണ് ധനലക്ഷ്മി കേട്ടോ. മക്കളിൽ നിൽക്കുക 4 മക്കൾക്കാണ് ഉത്തമം. കർമ്മത്തിൽ എനിക്ക് ഏറ്റവും 3 മക്കൾ ജാതകത്തിൽ പറഞ്ഞാൽ 2 മക്കൾക്കാണ് ഉത്തമം. ഈ കൈകൊണ്ട് കേട്ടോ ഒരാളെ വരുമ്പോൾ കേട്ടോ പെട്ടെന്നുള്ള കൊണ്ട് ചീപ്പായിട്ട് സംസാരിക്കണ്ട. നമുക്ക് തണലും വരും, ദാഹത്തിൽ വെള്ളം തരും കേട്ടോ. ഈ കൈകൊണ്ട് കേട്ടോ അപ്പം ഞാൻ മരിക്കും, അനക്ക് ശത്രുക്കളുണ്ട്, എൻ്റെ ബൈക്ക് പോകാൻ കഴിയുന്നില്ല. അതൊരു നമ്മളെ ഒരു വല്ലാത്തൊരു ബോർ പരിപാടിയാണ്. നീ അങ്ങനെ ഒരു കള്ളനും അല്ല കക്കുന്നൊന്നും അല്ല കേട്ടാ. നേരെ വാ, നിനക്ക് മുട്ട് തീർക്കാനുണ്ട്. ഒരു മുഖക്കെട്ട്, ഈ മുഖക്കെട്ട് പോകുന്നിടത്തും വരണത്തും. പക്ഷെ എൻ്റെ മകതിരിവുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇങ്ങനെ പൂർത്തിയാവില്ല. നീ പറയും കേട്ടോ ഇന്ന് സന്ധ്യയായി വൈകുന്നേരമായി നാളെ ആക്കാൻ. അപ്പം വളരെ